എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. അപ്രതീക്ഷിതമായിട്ടൊരു മുടക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിരപ്പള്ളിയിലേക്ക് അങ്ങ് തിരിച്ചു. പോകുന്ന നേരത്തെ ഇടയ്ക്കൊരു മഴ കിട്ടിയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ നിർത്തി പരിപ്പുവട കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ പോകുന്ന വഴി രണ്ട് സൈഡും, അതായത് അതിരപ്പള്ളിയിലേക്കൊക്കെ കയറുന്ന വഴിയുണ്ടല്ലോ, രണ്ട് സൈഡും ഭയങ്കര രസമാണ് കാണാൻ. നല്ല രണ്ട് സൈഡിലും നല്ല ഫുൾ ഗ്രീനറീസും ഫോറസ്റ്റും ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ പോയത്, ബിക്കോസ് നല്ല വെള്ളച്ചാട്ടങ്ങളും ഭയങ്കര രസമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ഫീലും. പിന്നെ മഴക്കാലമായതുകൊണ്ടേ ഭയങ്കര രസമായിരുന്നു. അതിനുള്ളിൽ കൂടെ ആ ഒരു കൂൾ ബ്രീസ് തണുപ്പൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ പാട്ട് അത് നിർബന്ധമാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഹസ്ബൻഡ് കഥകളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അതായത് പണ്ട് അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്ന കഥയും പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറക്കുന്നതും. അപ്പോൾ ഇപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ വെച്ചിട്ടാണ് പോയത്, ഇൻ കേസ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് കുളിച്ച് കയറാലോ വെച്ചിട്ട്. ഹേ ഗൈസ്, സീ ദ ബ്യൂട്ടി ഓഫ് ഹെവൻ, അതിരപ്പള്ളി. അരേ വാ, എൻ്റെ പൊന്നോ, ഈ ഒരു സീൻ കാണുമ്പോണ്ടല്ലോ, നമ്മൾ ഇത്രയും ദൂരം ചെന്നിട്ട് ഈ ഒരു സീൻ കാണുമ്പോഴത്തെ ആ ഒരു മൊമെൻറ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര രസമാണ്. അത് ശരിക്കും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് ഡിസ്കസ് ചെയ്യണം, ലൈക്ക് ഗോഡ്സ് ക്രിയേഷൻ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ വെള്ളം, അങ്ങനെ അമ്മയ്ക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഈ വെള്ളച്ചാട്ടം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ അത് കണ്ട് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാനാണ് പോയത്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എല്ലാവരും ഉള്ളിൽ കയറി. ഒരാൾക്ക് 60 രൂപ കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് നടന്ന് കയറുകയായി. കുറച്ച് ബുദ്ധിമുട്ടാണ്, ലൈക്ക് ഒരു കയറ്റാണല്ലോ അവിടെ. അപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അമ്മ മാനേജ് ചെയ്ത് നടന്നായിരുന്നു. പിന്നെ അപ്പച്ചനും അതെ, ചെറിയൊരു കാലുവേദന ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലോ കേട്ടോ, പകുതിയൊക്കെ നടന്നെത്തിയപ്പോഴേ. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നടക്കുന്ന വഴിയിൽ കുറേ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇനിയാണ് ദാ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്, നമ്മുടെ വെള്ളച്ചാട്ടം ഗൈസ്. അയ്യോ, ഇത് താഴത്തേക്ക് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അമ്മ ഇത്രയും വയ്യാത്ത കാലം വെച്ച് ഇത്രയും താഴെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സി അയ്യോ, ഈ വെള്ളത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊരു ഫീലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്താ പറയുക, എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അത് ശരിക്കും ലൈഫിൽ 1 ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് താഴത്തെത്തി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും കൂടെ ഗൈസ് അവിടെ നിന്ന് ഓളിയിട്ടു ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് അത്ര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര രസമായിരുന്നു. ഫുള്ള് ഞങ്ങൾ ഉള്ളിലേക്കിട്ട് തകർത്തു അവിടെ. എന്നിട്ട് പിന്നെ കുറച്ച് ഇവൾക്ക് വാവ കരഞ്ഞായിരുന്നേ. അപ്പോൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിൽ പോയിരുന്നിട്ട് ഒരു ചെറിയൊരു ഹട്ട് പോലെ ഉണ്ടായിരുന്നു, അവിടെ പോയി ഫീഡ് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ തിരുമ്പി വന്ന് പിന്നെയും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ റീൽ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, ബട്ട് നടന്നില്ല. ബിക്കോസ് ആ ഒരു നനവും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളാണെങ്കിൽ റെയിൻ കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഹസ്ബൻഡ് ഒരു കുട മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരവിടെ പോയാലും റെയിൻ കോട്ട് ഇട്ട് പോകാൻ നോക്കിക്കുള്ളൂ കേട്ടോ. ഇൻ കേസ് നനയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെയൊക്കെ ചെയ്യാം. ബിക്കോസ് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് ഞങ്ങളവിടെ ഫുൾ അവിടെ നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലിരുന്ന് ചിപ്സൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞാട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവളിങ്ങനെയും ആ ഒരു ചാറ്റൽ മഴയല്ല, ആ വെള്ളത്തിൻ്റെ ആ ഒരു ചാറൽ ഇങ്ങോട്ട് തട്ടുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് ഞങ്ങളിതാ തിരിച്ച് കയറുകയാണ് കേട്ടോ. സ്റ്റേ കേസ് അല്ല, അവിടുത്തെ ആ ഒരു കല്ലും മണ്ണും നിറഞ്ഞ വഴികളാണ്. എന്നാലും ബുദ്ധിമുട്ടി താഴത്ത് വന്നാലും കാണുമ്പോൾ കാഴ്ച ഭയങ്കര രസമാണ്. അങ്ങനെ ആ ഹസ്ബൻഡ് അവളെയും പിടിച്ച് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഞാനാണ് അവളെ ക്യാരി ചെയ്തിരുന്നത്. തിരിച്ച് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അവളെ ക്യാരി ചെയ്യുന്നത്. ബിക്കോസ് കേറ്റല്ലേ, അപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ. അങ്ങനെ ഹസ്ബൻഡാണ് എടുത്ത് തിരിച്ച് ഞങ്ങൾ പോണത്. കണ്ടോ, വഴികളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫുള്ള് കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നടക്കണം. അങ്ങനെ വഴുക്കലൊന്നും അങ്ങനെ കണ്ടില്ല. ഇത്തിരി ശ്രദ്ധിച്ച് നടക്കണം. ബിക്കോസ് ബേബി ഉള്ളത് കാരണം കൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചാൽ നടന്നിരുന്നത്. കണ്ടോ, ഫുൾ ഓഫ് കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെയും അങ്ങനെ വഴുക്കലില്ലാത്തതുകൊണ്ട് ഭാഗ്യം.
ഇത് ഒരു 1/2 കിലോമീറ്റർ വരെയെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം കല്ലുകൾ തന്നെയാണ്. അത് ഇറങ്ങിയാണ് നമ്മൾ വരേണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവിടെ സൈഡിൽ ചെറിയൊരു സീറ്റ് പോലെ അവിടെ വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് കാലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കയറി അടുത്ത് വേറെ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനും, ഇങ്ങനെ പാറയുടെ ഒരു സ്ലോപ്പനെ തന്നെയാണ്. അവിടെ നമുക്ക് ഇരിക്കാനും കഥ പറയാനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഞങ്ങളിതാ താഴെ പതുക്കനെ ഇറങ്ങി. ഹസ്ബൻഡ് ഒരു സ്ലോപ്പ് ആയതുകൊണ്ട് പേടിയായിരുന്നു. പതുക്കെ പോയത്, ബേബി ഉള്ളതുകൊണ്ടേ വളരെ ശ്രദ്ധിച്ചാണ് പോയത്. അങ്ങനെ താഴത്തേക്ക് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ പെങ്ങളും അവരൊക്കെ ആദ്യം കയറിപ്പോയിരുന്നേ. അപ്പോൾ അവിടെ കയറിപ്പോയി അവിടെ ഇരുന്ന് വർത്തമാനം പറയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പതുക്കെ പിന്നാലെ പോയത്. ഞാൻ 360 ഡിഗ്രിയിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഫുള്ള് വെള്ളത്തിൻ്റെ നടുക്ക് നമ്മളിരിക്കുന്നതും ആ ഒരു വെള്ളച്ചാട്ടം എവിടെ നിന്നാണ് വരുന്നേ എന്നൊക്കെ കാണാൻ പറ്റും. ഭയങ്കര രസമാണ് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അങ്ങനെ അപ്പോൾ ഫുൾ ഫോറസ്റ്റാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആന ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഇലക്ട്രിസിറ്റി എർത്തൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.